അങ്ങനെ ചൈനീസ് കടമ്പകൾ കടന്ന് നമ്മൾ ചൈനയുടെ മണ്ണിൽ കാലുകുത്തിയിരിക്കുകയാണ്. ഒരു വെള്ള ഷോൾ അണിഞ്ഞുകൊണ്ടാണ് ചൈനീസ് ഗൈഡുകൾ നമ്മളെ ഇവിടെ വരവേറ്റത്. എനിക്ക് പിന്നിൽ നിങ്ങൾ ഈ കാണുന്നതാണ് ചൈനീസ് എംബസി. 1300-ലധികം വർഷം പഴക്കമുള്ള വളരെ പാരമ്പര്യമുള്ള ഒരു ബുദ്ധമത ഭക്തി സങ്കേതമാണിത്. ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിന് പിന്നിൽ മനോഹരമായ ഒരു ചരിത്രവുമുണ്ട്. ഈ പവിത്രമായ വിഗ്രഹം പ്രതിഷ്ഠിച്ച് പൂജിക്കുന്നതിന് വേണ്ടിയാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത് എന്നതാണ് വിശ്വാസം. നമസ്കാരം. കൈലാസ തീർത്ഥത്തിൻ്റെ 7-ാം അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് നേപ്പാളിൽ നിന്നുള്ള ദുർഘടമായ പാതകളും തൃശൂലി നദിയുടെ ഇരമ്പലുകളും കേട്ട് നമ്മൾ നേപ്പാൾ അതിർത്തി വരെ നടത്തിയ യാത്രയുടെ കാഴ്ചകളാണ്. ഇന്ന് നമ്മൾ ആ അതിർത്തി പാലവും കടന്ന് തികച്ചും വ്യത്യസ്തമായൊരു ലോകത്തേക്കാണ് കാലുവെക്കാൻ പോകുന്നത്. അതെ, ചൈനീസ് ടിബറ്റിൻ്റെ ദിവ്യഭൂമിയിലേക്ക്. നേപ്പാൾ ബോർഡർ കടന്ന് ചൈനയുടെ ഇമിഗ്രേഷൻ സെൻറ്ററിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമ്മെ അത്ഭുതപ്പെടുത്തുന്നത് അവിടുത്തെ അത്യാധുനിക സാങ്കേതിക വിദ്യയും കടുപ്പമേറിയ സുരക്ഷാ പരിശോധനകളുമാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും കർശനമായ ഇമിഗ്രേഷൻ പ്രോസസ്സുകളിൽ ഒന്നാണ് ചൈനയിലുള്ളത്. അതുകൊണ്ട് തന്നെ ചൈനയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഓരോ സഞ്ചാരിയും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് ദലൈലാമ ടിബറ്റൻ സ്വാതന്ത്ര്യ സമരം അല്ലെങ്കിൽ ടിബറ്റൻ ബുദ്ധമതവുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങളോ മറ്റു വസ്തുക്കളോ യാതൊരു കാരണവശാലും കൈവശം വയ്ക്കാൻ പാടില്ല എന്നതാണ്. അതുമാത്രമല്ല, നമ്മുടെ മൊബൈൽ ഫോണുകൾ പോലും ഇവിടെ കർശനമായ പരിശോധനയ്ക്ക് വിധേയമായേക്കാം. ചൈനയ്ക്കെതിരായോ ടിബറ്റിന് അനുകൂലമായോ ഉള്ള സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ, വാട്സപ്പ് സന്ദേശങ്ങൾ, അത്തരം ഗ്രൂപ്പുകൾ എന്നിവയൊക്കെ ഉണ്ടെങ്കിൽ അതിർത്തി കടക്കുന്നതിന് മുൻപ് തന്നെ ഫോണിൽ നിന്ന് അവ നീക്കം ചെയ്യണമെന്നുള്ളത് നിർബന്ധമുള്ള കാര്യമാണ്. ഒപ്പം തന്നെ ഈ യാത്രയിലുടനീളം മിലിറ്ററി ഏരിയകളുടെയോ പട്ടാളക്കാരുടെയോ ചിത്രങ്ങളോ വീഡിയോകളോ പകർത്തരുതെന്ന കർശനമായ നിർദ്ദേശമുണ്ട്. അവരെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ പെരുമാറുകയോ ചൈനയിലെ സൗകര്യക്കുറവുകളെക്കുറിച്ച് അവിടുത്തെ ഉദ്യോഗസ്ഥരോട് പരാതി പറയുകയോ ദേഷ്യപ്പെടുകയോ ചെയ്യാൻ പാടില്ല. ഈ നിയമങ്ങളെല്ലാം കർശനമായി തന്നെ പാലിച്ചുകൊണ്ട് ഞങ്ങൾ ഇമിഗ്രേഷൻ നടപടികൾ പൂർത്തിയാക്കുകയായിരുന്നു. അങ്ങനെ ചൈനീസ് കടമ്പകൾ കടന്ന് നമ്മൾ ചൈനയുടെ മണ്ണിൽ കാലുകുത്തിയിരിക്കുകയാണ്. ഒരു വെള്ള ഷോൾ അണിഞ്ഞുകൊണ്ടാണ് ചൈനീസ് ഗൈഡുകൾ നമ്മളെ ഇവിടെ വരവേറ്റത്. എനിക്ക് പിന്നിൽ നിങ്ങൾ ഈ കാണുന്നതാണ് ചൈനീസ് എംബസി. ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട്. നമുക്ക് നേപ്പാളിൽ നിന്ന് ചൈനയിലേക്ക് എത്തുമ്പോൾ ഒരുപാട് സ്കാനുകളുണ്ട്, അതുമായി ബന്ധപ്പെട്ടുള്ള സെക്യൂരിറ്റി ചെക്കുകളുണ്ട്, നമ്മുടെ ഹെൽത്തുമായി ബന്ധപ്പെട്ടുള്ള ചെക്കുകളുണ്ട്. അപ്പോൾ അതൊരു വലിയ കടമ്പയായിരുന്നു. അപ്പോൾ അത് കടന്നിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ എക്യുപ്മെന്റ്സും എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടുകളും വരാതെ തന്നെ നമുക്ക് ആ ഒരു സെക്യൂരിറ്റി ചെക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു. ഇനി ഏറ്റവും സന്തോഷം തരുന്നൊരു കാര്യം എന്താ വെച്ചാൽ, ഇനി 3-ാമത്തെ ദിവസം നമ്മൾ നിൽക്കാൻ പോകുന്നത് മാനസരോവറിന്റെ മുന്നിലാണ്. 4-ാമത്തെ ദിവസം നമുക്ക് കൈലാസ പരിക്രമണം തുടങ്ങാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പൊ അതിന്റെ സന്തോഷത്തിലാണ് ഇവിടെ നിൽക്കുന്ന എല്ലാവരും. അപ്പൊ ഇനി വണ്ടിക്ക് വേണ്ടിയിട്ടുള്ള കാത്തുനിൽപ്പാണ്. ഇനി യാത്രയ്ക്ക് ശേഷം കെറോങ് സിറ്റിയിലാണ് നമ്മൾ ഇന്ന് താമസിക്കാൻ പോകുന്നത്.
ഇമിഗ്രേഷൻ കഴിഞ്ഞ് പുറത്തിറങ്ങിയ നിമിഷം മുതൽ നമ്മൾ കാണുന്നത് നേപ്പാളും ചൈനയും തമ്മിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ വലിയൊരു വ്യത്യാസമാണ്. നേപ്പാളിൽ കണ്ട കുഴികളും പൊടിപടലങ്ങളും നിറഞ്ഞ മൺപാതകൾ പെട്ടെന്ന് അപ്രത്യക്ഷമായി. പിന്നീട് കൺമുന്നിൽ തെളിഞ്ഞത് ലോകോത്തര നിലവാരമുള്ള വലിയ റോഡുകളാണ്. ഒപ്പം തന്നെ മലനിരകൾ തുരന്നുള്ള കൂറ്റൻ തുരങ്കങ്ങളും അത്ഭുതപ്പെടുത്തുന്ന പാലങ്ങളും ചൈനയുടെ വികസനത്തിൻ്റെ ഉദാഹരണങ്ങളാണ്. ഒരു വശത്ത് ആധുനികതയുടെ കൊടുമുടി, മറുവശത്ത് കണ്ണഞ്ചിപ്പിക്കുന്ന ഹിമാലയൻ പ്രകൃതി ഭംഗി. അതായിരുന്നു ആ യാത്രയിലെ കാഴ്ച. അങ്ങനെ നമ്മൾ ഇവിടെ കെറോങ് കൗണ്ടിയിൽ എത്തി. ഇവിടെ നമ്മുടെ പോലീസ് സ്റ്റേഷൻ്റെ മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നമ്മുടെ ഒരു വെരിഫിക്കേഷൻ ഉണ്ട്, നമ്മുടെ പാസ്പോർട്ട് അവർ വാങ്ങി വയ്ക്കും. അങ്ങനെ കെറോങ് കൗണ്ടിയിൽ നിന്ന് നമ്മൾ റൂമിലേക്ക് പോവുകയാണ്. ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ആദ്യത്തെ ഹിമശിഖരം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ സമയം ഏകദേശം ഒരു 8:30 മണിയായി രാത്രി. പക്ഷേ ഇന്ത്യയിലെ സൂര്യൻ്റെ വെളിച്ചം ഇവിടെ കിട്ടുന്നത് കൊണ്ട് തന്നെ ഇവിടെ ഇരുട്ടായിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് കെറോങ് കൗണ്ടിയുടെ ആദ്യത്തെ വിശേഷങ്ങൾ. ബാക്കി വിശേഷങ്ങൾ നമുക്ക് വഴിയേ കാണാം. റോഡിലൂടെയുള്ള ആ സുഖകരമായ യാത്രയ്ക്കൊടുവിൽ വൈകുന്നേരത്തോടെ ഞങ്ങൾ ഖൈറോങ് കൗണ്ടിയിലെ ഞങ്ങളുടെ താമസ സ്ഥലത്ത് എത്തിച്ചേരുകയായിരുന്നു. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 2700 മീറ്ററിലധികം ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് ഇത്. കാഠ്മണ്ഡുവിൽ നിന്ന് ഒറ്റയടിക്ക് ഇത്രയും ഉയർന്ന ഭാഗത്തേക്ക് എത്തിയതുകൊണ്ട് തന്നെ തണുത്ത കാറ്റ് കാതിലടിച്ചു വീശാനും ഓക്സിജന്റെ അളവ് കുറയാനും തുടങ്ങിയിരുന്നു. അതുകൊണ്ട് തന്നെ ചിലർക്ക് ചെറിയ തലവേദനയും അസ്വസ്ഥതകളും അനുഭവപ്പെട്ടു തുടങ്ങിയെങ്കിലും നല്ല ചൂടുള്ള അത്താഴം കഴിച്ച് നാളത്തെ യാത്രയ്ക്കായി തയ്യാറായി ഞങ്ങൾ നേരത്തെ തന്നെ വിശ്രമത്തിലേക്ക് കടന്നു. അങ്ങനെ നമ്മൾ കെറോങ് കൗണ്ടിയിൽ നമ്മുടെ റൂമിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇനി ഡിന്നറിൻ്റെ ടൈമാണ്. അപ്പോൾ സൂപ്പാണ് നമുക്ക് സ്റ്റാർട്ടറായിട്ട് അവർ തന്നിരിക്കുന്നത്. ടൊമാറ്റോ സൂപ്പാണ്. അതിനൊപ്പം നമുക്ക് പോപ്കോൺ ആണ്. നമുക്ക് ബ്രെഡ് ക്രംസ് ഒക്കെ കിട്ടുന്നതിന് വരെ ഇവിടെ പോപ്കോൺ ആണ്. സോ നമ്മുടെ കൂടെ ട്രാവൽ ചെയ്തിട്ട് നമുക്ക് ടിബറ്റിൽ നിന്ന് ഫുഡ് ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട് നേപ്പാളിലെ കുക്കുകൾ വന്നിട്ടുണ്ട്. സോ അവരാണ് നമുക്ക് വേണ്ടിയിട്ട് കുക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ടേസ്റ്റിൻ്റെ വലിയൊരു പ്രശ്നം വരില്ല. ചൈനീസ് ഫുഡ് കഴിക്കേണ്ട ഒരു സാഹചര്യം ഇല്ല. സോ അവർ കുക്ക് ചെയ്യുന്ന ഫുഡാണ് നമ്മൾ കൂടുതലായിട്ട് കഴിക്കുന്നത്. സോ ഇതാണ് സ്റ്റാർട്ടറായിട്ട് നമുക്ക് തരുന്നത്. ഇനി മെയിൻ കോഴ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും നല്ലൊരു ഡിന്നറോട് കൂടിയിട്ട് സൂപ്പിൽ തുടങ്ങി നല്ല റൈസും ഒരു വെജിറ്റബിൾ സലാഡ് ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ പാവയ്ക്ക ഉണ്ടായിരുന്നു. പിന്നെ കോളിഫ്ലവർ കൊണ്ടൊരു കറി ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാ വിഭവസമൃദ്ധമായിട്ടുള്ളൊരു ഡിന്നർ തന്നെയാണ് ഉണ്ടായത്. നമ്മുടെ നേപ്പാളി ഷെഫ്സ് നമ്മുടെ ടേസ്റ്റിന് പറ്റിയ രീതിയിൽ അത് ഉണ്ടാക്കി തന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇവിടുത്തെ ടെമ്പറേച്ചർ ഇപ്പോൾ 10-ന്റെ താഴെയാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഹൈ ഓൾട്ടിറ്റ്യൂഡിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ തണുപ്പ് കൂടി വരുന്നൊരു സാഹചര്യമുണ്ട്. നാളെ രാവിലെ ഏകദേശം ഒരു 9 മണിക്കാണ് ബ്രേക്ക്ഫാസ്റ്റ്. അത് കഴിഞ്ഞിട്ട് 12 മണിക്ക് ലഞ്ചും കഴിച്ചിട്ട് 2 മണിക്കാണ് നമ്മൾ സാഗയിലേക്ക് തിരിക്കുന്നത്. സാഗയാണ് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ. സാഗയെക്കുറിച്ച് പറയുമ്പോൾ ഇതുവരെ നമ്മൾ സഞ്ചരിച്ചതിൽ ഏറ്റവും കൂടുതൽ ഹൈ ഓൾട്ടിറ്റ്യൂഡ് ആയിട്ടുള്ള ഏരിയയാണ് സാഗ. സോ അക്ലമൈറ്റൈസേഷൻ്റെ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുള്ള ദിവസം കൂടിയാണ് നാളെ. അപ്പോൾ എന്തായാലും സാഗയിലെ വിശേഷങ്ങൾ നമുക്ക് വരും എപ്പിസോഡുകളിൽ കാണാം. അടുത്ത ദിവസം രാവിലെ തന്നെ ഞങ്ങൾ എല്ലാവരും ഉണർന്നു. ഹോട്ടലിൽ നിന്നും നല്ല ചൂടുള്ള പ്രഭാത ഭക്ഷണം കഴിച്ചു. തുടർന്നുള്ള യാത്രയ്ക്കായി ഞങ്ങളുടെ ബാഗുകളെല്ലാം കൃത്യമായി പാക്ക് ചെയ്ത് മുറിക്ക് പുറത്തു വെച്ചു. മുൻപ് പറഞ്ഞതുപോലെ ഒപ്പമുള്ള ഷേർപ്പകൾ ആ ബാഗുകൾ കൃത്യമായി എടുത്ത് വാഹനങ്ങളിൽ കയറ്റാൻ തുടങ്ങി. നമ്മൾ സാധനങ്ങൾ സ്വയം ചുമന്ന് ബുദ്ധിമുട്ടേണ്ടതില്ല എന്നത് വലിയൊരു ആശ്വാസമായിരുന്നു. ഖൈറോങ്ങിലെ പ്രതികൂല കാലാവസ്ഥ കാരണം സൗണ്ട് എല്ലാം നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആങ്കർ പോർഷൻ എടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല.
അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഇന്ത്യൻ രൂപ നൽകി ചൈനീസ് യുവാൻ മാറ്റി വാങ്ങുന്ന തിരക്കിലായിരുന്നു എല്ലാവരും. ചൈനീസ് ടിബറ്റിൽ ഇന്ത്യൻ രൂപ ഉപയോഗിക്കാൻ സാധിക്കില്ല എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ യുവാൻ വാങ്ങുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ യാത്രയെ സംബന്ധിച്ചിടത്തോളം. വരും ദിവസങ്ങളിൽ കൈലാസ പരിക്രമണം ചെയ്യുമ്പോൾ കുതിരയെയോ സാധനങ്ങൾ ചുമക്കാനുള്ള ആളുകളെയോ എടുക്കണമെങ്കിൽ നമുക്ക് ചൈനീസ് യുവാൻ്റെ ആവശ്യം നേരിട്ട് വരും. അത്യാവശ്യമായ ചിലവുകൾക്കും ചൈനീസ് യുവാൻ വളരെ നിർണായകമായ ഒരു ഘടകമാണ്. കറൻസി മാറിയതിന് തൊട്ടു പിന്നാലെ അടിയന്തര ആവശ്യങ്ങൾക്കായി എല്ലാവരും പോർട്ടബിൾ ഓക്സിജൻ ക്യാനുകൾ വാങ്ങി സൂക്ഷിച്ചു. ഇനി അങ്ങോട്ടുള്ള യാത്രയിൽ നമ്മൾ കയറാൻ പോകുന്നത് ഇതിലും ഉയർന്ന പ്രദേശങ്ങളിലേക്കാണ്. ഓക്സിജന്റെ അളവ് കുറയുമ്പോൾ ഉണ്ടാകുന്ന ശ്വാസതടസ്സം നേരിടാൻ ഇത്തരം ഓക്സിജൻ സിലിണ്ടറുകൾ കൈവശം കരുതുന്നത് വളരെ അനിവാര്യമാണ്. യാത്രാ തയ്യാറെടുപ്പുകൾക്കെല്ലാം ശേഷം ഗൈറോങ് കൗണ്ടിയുടെ മനോഹരമായ തെരുവുകളിലൂടെ ഞങ്ങൾ കുറച്ചു സമയം നടന്നിറങ്ങി. പച്ചപ്പ് നിറഞ്ഞ കൂറ്റൻ മലനിരകളും താഴ്വാരങ്ങളും തെളിഞ്ഞ നീലാകാശവും ചേർന്ന അവിടുത്തെ പ്രകൃതി ഭംഗി ശരിക്കും മനസ്സിന് വലിയൊരു ശാന്തതയാണ് നൽകിയത്. ഒപ്പം തന്നെ നല്ല വൃത്തിയായിട്ടുള്ള റോഡുകളും വാക്ക്വേകളും കടകളും ഭംഗിയുള്ള സ്ട്രീറ്റ് ലൈറ്റുകളും എല്ലാം കെറോങ്ങിനെ കൂടുതൽ സുന്ദരിയാക്കി എന്ന് നമുക്ക് പറയാം. നടത്തത്തിനിടയിൽ നമ്മൾ സന്ദർശിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ചരിത്ര പ്രസിദ്ധമായ പാബ ടെമ്പിൾ. 1300-ലധികം വർഷം പഴക്കമുള്ള വളരെ പാരമ്പര്യമുള്ള ഒരു ബുദ്ധമത ഭക്തി സങ്കേതമാണിത്. കേവലം ഒരു ആരാധനാലയം എന്നതിലുപരി നൂറ്റാണ്ടുകളുടെ ചരിത്രവും അതിർവരമ്പുകളില്ലാത്ത സാംസ്കാരിക കൈമാറ്റവും വിളിച്ചോതുന്ന അപൂർവമായ ഒരു വാസ്തുവിദ്യ അത്ഭുതമാണ് ഈ പുണ്യക്ഷേത്രം. ഏഴാം നൂറ്റാണ്ടിലാണ് പാബ ടെമ്പിളിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത്. ടിബറ്റൻ സാമ്രാജ്യത്തിൻ്റെ മഹാനായ ഭരണാധികാരി സംഗ്സ്റ്റേൻ ഗ്യാംബോ രാജാവിൻ്റെ ഭരണകാലത്താണ് ഈ പുണ്യക്ഷേത്രം പണിതുയർത്തുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തിന് പിന്നിൽ മനോഹരമായ ഒരു ചരിത്രവുമുണ്ട്. നേപ്പാളിലെ ബ്രിഗുഡി രാജകുമാരി സംഗ്സ്റ്റേൻ ഗ്യാംബോ എന്ന രാജാവിനെ വിവാഹം കഴിച്ച് ടിബറ്റിലേക്ക് വരുന്ന വഴിക്ക് തൻ്റെ ജന്മനാട്ടിൽ നിന്ന് പവിത്രമായ വാട്ടി സെംപോ എന്ന ദിവ്യമായൊരു ബുദ്ധവിഗ്രഹം കൂടെ കരുതിയിട്ടുണ്ടായിരുന്നു. നേപ്പാളിൽ നിന്ന് ഗൈറോങ് വഴി ടിബറ്റിലെ സ്വയംഭരണ പ്രദേശത്തേക്ക് യാത്ര ചെയ്ത രാജകുമാരിയും സംഘവും ഈ പവിത്രമായ വിഗ്രഹം പ്രതിഷ്ഠിച്ച് പൂജിക്കുന്നതിന് വേണ്ടിയാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത് എന്നതാണ് വിശ്വാസം. അങ്ങനെ നേപ്പാളിൻ്റെയും ടിബറ്റിൻ്റെയും സാംസ്കാരിക ബന്ധത്തിൻ്റെ വലിയൊരു പ്രതീകമായി പാമ്പ ടെമ്പിൾ മാറുകയായിരുന്നു എന്ന് നമുക്ക് പറയാം. പാബ ടെമ്പിളിലെത്തുന്ന ഏതൊരാളെയും ആദ്യം ആകർഷിക്കുന്നത് ഇതിൻ്റെ വ്യത്യസ്തമായ വാസ്തുവിദ്യ തന്നെയാണ്. ദക്ഷിണേഷ്യൻ കെട്ടിട നിർമ്മാണ രീതിയുടെ വ്യക്തമായ സ്വാധീനമുള്ള പഗോഡ ശൈലിയിലാണ് ഈ ക്ഷേത്രം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. മണ്ണും കല്ലും തടിയും ഉപയോഗിച്ച് പണിതുയർത്തിയിരിക്കുന്ന ഈ ക്ഷേത്രത്തിന് 4 നിലകളാണുള്ളത്.
ഈ 4 നിലകളുടെ നിർമ്മാണ രീതി പരിശോധിച്ചാൽ 3 വ്യത്യസ്ത സംസ്കാരങ്ങളുടെ സമുന്നയം നമുക്ക് കാണാൻ സാധിക്കും. കൃത്യമായി പറഞ്ഞാൽ 1-ാം നില ടിബറ്റൻ പരമ്പരാഗത ശൈലിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. മണ്ണും വലിയ കല്ലും ഉപയോഗിച്ചാണ് ഈ ഭാഗത്തിൻ്റെ നിർമ്മാണം. എന്നാൽ 2-ാം നിലയിലേക്ക് എത്തുമ്പോൾ ശൈലി മാറുന്നു. നേപ്പാളി വാസ്തുവിദ്യാ ശൈലിയിൽ ചുവന്ന ഇഷ്ടികകൾ കൊണ്ടാണ് 2-ാം നില പണിതിരിക്കുന്നത്. 3-ഉം 4-ഉം നിലകളാവട്ടെ പൂർണ്ണമായും നേപ്പാളി ശൈലിയിലുള്ള തടികൾ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഈ 4 നിലകളും ചേർന്ന് നിൽക്കുന്ന കാഴ്ചകൾ കാണുമ്പോൾ അക്കാലത്തെ ശില്പികളുടെ കരവിരുതിനോട് നമുക്ക് വലിയൊരു ബഹുമാനം തോന്നിപ്പോകും. ഈ ക്ഷേത്ര സമുച്ചയത്തിനുള്ളിൽ ഒരു പ്രധാന ഹാൾ, വിശുദ്ധമായ ഒരു ബുദ്ധ ഹാൾ, മനോഹരമായ കൊത്തുപണികൾ ചെയ്തിട്ടുള്ള വിശാലമായ ഒരു വരാന്ത എന്നിവ ഉൾപ്പെടുന്നുണ്ട്. ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു ശാന്തതയും ആത്മീയ ഊർജവുമാണ് നമ്മളെ പൊതിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ അപൂർവതയും പാരമ്പര്യവും ചരിത്ര പ്രാധാന്യവും വാസ്തുവിദ്യാ മേന്മയും എല്ലാം കണക്കിലെടുത്തുകൊണ്ട് 2013 മാർച്ച് മാസത്തിൽ ചൈന ഗവൺമെൻറ് പാബ ടെമ്പിളിനെ നാഷണൽ കീ കൾച്ചറൽ റെലിക്കായി പ്രഖ്യാപിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ സഞ്ചാരികളെ ആകർഷിക്കുന്ന മികച്ച ഒരു സാംസ്കാരിക കേന്ദ്രമായി കണ്ട് നമുക്ക് ഈ ക്ഷേത്രത്തിന് 3A നാഷണൽ ടൂറിസ്റ്റ് അട്രാക്ഷൻ പദവിയും ചൈനീസ് ഗവൺമെൻറ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൈലാസ മാനസരോവര യാത്രയിൽ കടന്നുവരുന്ന കഠിനമായ പാതകൾക്കിടയിൽ മനസ്സിന് ആശ്വാസവും കണ്ണുകൾക്ക് വിരുന്നും ആത്മാവിന് ശാന്തതയും നൽകുന്ന ദിവ്യ സങ്കേതമാണ് ഗൈറോങ്ങിലെ പാബ ടെമ്പിൾ എന്ന് നമുക്ക് പറയാം. അങ്ങനെ പാബ ടെമ്പിളിലെ ഈ അനുഭൂതി ഉള്ളിലൊതുക്കി നമ്മൾ മുന്നോട്ട് സഞ്ചരിക്കുകയാണ്. പാബ ടെമ്പിൾ ദർശനത്തിനു ശേഷം ഞങ്ങൾ ഹോട്ടലിൽ തിരിച്ചെത്തി ഉച്ചഭക്ഷണം കഴിച്ചു. വരാനിരിക്കുന്ന കഠിനമായ യാത്രയ്ക്ക് മുൻപ് ശരീരം നന്നായി റിലാക്സ് ചെയ്യാനും ഞങ്ങൾ ശ്രമിച്ചു. ഇതിനിടയിൽ ഞങ്ങളെ ഷെർപ്പകൾ ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണ സാധനങ്ങളും യാത്രാ സാമഗ്രികളും വലിയ ബാഗുകളുമെല്ലാം വാഹനങ്ങളിൽ സുരക്ഷിതമായി തന്നെ ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കി യാത്രക്കാരെല്ലാം യാത്രയ്ക്ക് സജ്ജരാവുകയും ചെയ്തു. അങ്ങനെ ഉച്ചയ്ക്ക് ശേഷം ഗൈറോങ് കൗണ്ടിയോട് വിട പറഞ്ഞ് ഞങ്ങളുടെ വാഹനങ്ങൾ അടുത്ത പ്രധാന ലക്ഷ്യസ്ഥാനമായ സാഗ എന്ന സ്ഥലത്തേക്ക് യാത്ര തിരിച്ചു.
കൈറോങ് കൗണ്ടിയിൽ നിന്നുള്ള ഈ പുറപ്പെടൽ കൈലാസയാത്രയിലെ വളരെ നിർണായകമായ ഒരു ഘട്ടമാണ്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 2700 മീറ്ററിൽ നിന്നാണ് ഒറ്റയടിക്ക് 4500 മീറ്ററിലധികം ഉയരത്തിലുള്ള സാഗയിലേക്ക് നമ്മൾ കയറാൻ പോകുന്നത്. അതെ, ഓക്സിജന്റെ അളവ് കുത്തനെ കുറയുന്ന, കടുത്ത തണുപ്പുള്ള, ഉയർന്ന ഓൾട്ടിറ്റ്യൂഡിലെ വെല്ലുവിളികളാണ് ഇനി നമ്മളെ കാത്തിരിക്കുന്നത്. സാഗയിലേക്കുള്ള ആ ദുർഘടം പിടിച്ച വിസ്മയിപ്പിക്കുന്നതുമായ യാത്രയുടെ ദൃശ്യങ്ങളുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. നമസ്തേ.